നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ കോടതിയിലെത്തിച്ചപ്പോൾ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്നും തന്നെ 100 വർഷം ശിക്ഷിക്കൂവെന്നും ചെന്താമര കോടതിയോട് പറഞ്ഞു. തൻ്റെ ജീവിതം തകർത്തതുകൊണ്ടാണ് കൊലപാതകം നടത്തിയത്. എത്രയും വേഗം ശിക്ഷ നടപ്പാക്കണം. ഇനി പുറത്തിറങ്ങാൻ ആഗ്രഹമില്ലെന്നും പ്രതി കോടതിയിൽ വ്യക്തമാക്കി. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത ചെന്താമരയെ സബ് ജയിലിൽ അടച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ചെന്താമര മനസ്താവമില്ലാത്ത കുറ്റവാളിയാണെന്നും തന്റെ പദ്ധതി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. വൈകിട്ട് 4:30യോടെയാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെന്താമരയെ കോടതിയിലേക്ക് കൊണ്ടുപോയത്. വലിയ ജനരോഷമുയർന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയിലായിരുന്നു പോലീസ് നീക്കങ്ങൾ. എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണെന്ന് കോടതിക്ക് മുന്നിൽ ചെന്താമര പറഞ്ഞു. എന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കുക. മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല. മകൾ എഞ്ചിനീയറാണ്, മരുമകൻ ക്രൈംബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. അവരെ മുഖം കാണിക്കാൻ കഴിയില്ല. 100 വർഷം തന്നെ ശിക്ഷിക്കൂ എന്നും ചെന്താമര പറഞ്ഞു. പരിക്കുകൾ ഉണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോഴായിരുന്നു ചെന്താമരയുടെ ഈ പരാമർശം. ആസൂത്രിത കൊലപാതകമാണ് ചെന്താമര നടത്തിയതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൃത്യത്തിനായി ആയുധം വാങ്ങിയത് എലവഞ്ചേരിയിൽ നിന്നാണ്. മരപ്പിടി സ്വയം ഘടിപ്പിക്കാൻ കഴിയുന്ന കൊടുവാളാണ് വാങ്ങിയത്. കൊലപാതകത്തിന് ശേഷം പോത്തുണ്ടി മലയിലേക്കാണ് പ്രതി ഓടിപ്പോയത്. തന്റെ കുടുംബം അകലാൻ കാരണം സുധാകരനും അമ്മയുമാണെന്ന് ചെന്താമര വിശ്വസിച്ചു. കൊല നടത്തിയത് പൂർവ്വ വൈരാഗ്യം കാരണമാണെന്നും പുറത്തിറങ്ങിയാൽ നാടിനാകെ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കോടതി 14 ദിവസത്തേക്ക് ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിൽ അടച്ചു. നാടിനെ നടുക്കിയ ഇരട്ടക്കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ 36 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. കടുവയുടെ സ്വഭാവമാണ് പ്രതിക്കെന്ന് പാലക്കാട് SP. ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ്. ഹി ഈസ് ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ. സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിംഗ് ആസ് ഡൗൺ. ആ ഫീലിംഗ് കൂടിയാണ്. പ്രതിയുടെ പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു. ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് പ്രതി മലയിറങ്ങി വന്നത്. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിലും പ്രതി കുറ്റബോധം പ്രകടിപ്പിച്ചില്ല. ഒരു ബോധ്യം, ചെറിയ ബോധ്യമാണ് ഉള്ളത്. പക്ഷേ പൂർണ്ണമായിട്ട് അത് ഇതില്ല. ഒരു എന്താ പറയുക, ഒരു റിപ്പൻറ്റ് പോലെ അയാൾക്കില്ല. ഗിൽറ്റ് ഫീലിംഗ് അങ്ങനെയല്ല. അതൊരു സന്തോഷം പോലെ തന്നെയാണ്. തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ 2 ദിവസത്തിനകം പോലീസ് കോടതിയിൽ സമർപ്പിക്കും. കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനാണ് പോലീസ് തീരുമാനം. കൃത്യം നടന്ന സ്ഥലത്തും ഒളിവിൽ പോയ ഇടങ്ങളിലും തെളിവെടുപ്പും പൂർത്തിയാക്കേണ്ടതുണ്ട്. ചെന്താമരയെ കോടതിയിലെത്തിച്ചപ്പോൾ പുറത്തു വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. തെളിവെടുപ്പ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാകും. പോലീസ് നടപടികൾ പുരോഗമിക്കുമ്പോഴും ചെന്താമരയെന്ന കൊടും ക്രിമിനൽ വിതച്ച ഭീതി പോത്തുണ്ടി ഗ്രാമത്തെ വിട്ടകലാൻ നാളുകളെടുക്കുമെന്നതിൽ സംശയമില്ല. News 18 പാലക്കാട്.